നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദിവാസികളുടെ ചരിത്രമാണ്. മണ്ണിൻ്റെ മക്കൾ എന്നാണ് ആദിവാസികൾ അറിയപ്പെടുന്നത്. ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ അമ്മയായി ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ മക്കൾ. മണ്ണും മലയും ഇടിച്ചു നിരത്തി മണിമാളിക പണിയുന്ന ആധുനിക മനുഷ്യരെ ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാനാവില്ല. മണ്ണിൻ്റെ മക്കളെന്ന് വിളിക്കാവുന്ന ഒരേ ഒരു കൂട്ടരെ നമ്മുടെ നാട്ടിലുള്ളൂ. അത് ആദിവാസി സമൂഹമാണ്. അന്നും ഇന്നും എന്നും ഒന്നും സ്വന്തമായി അല്ലാത്ത ആളുകളാണ് ആദിവാസികൾ. ആദിവാസി എന്ന പേര് പോലും പരിഷ്കൃത മനുഷ്യൻ സംഭാവന ചെയ്തതാണവർക്ക്. ചുറ്റുമുള്ള പ്രകൃതിയെ നോവിക്കാതെ അന്നന്നത്തെ വിശപ്പ് മാറ്റുവാനുള്ള വക തേടി അവർ കാട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. കൃഷി കണ്ടുപിടിച്ചത് തങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അടിയർ, മനുഷ്യജാതിയിൽ ഏറ്റവും ഉയർന്നവരായി സ്വയം കരുതുന്ന കുറിച്യർ, പരസ്പരം തൊട്ടാൽ അയിത്തപ്പെട്ടതായി കരുതിപ്പോന്ന കാടനും മലയനും, ഒരിക്കൽ ധരിച്ച വസ്ത്രം മാറ്റുകയോ നനയ്ക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത കൊറകർ, ഇവരൊക്കെ കേരളത്തിലെ ചില മനുഷ്യവർഗങ്ങളാണ്. കാട്, നാട് എന്നിങ്ങനെയുള്ള വേർതിരിവ് വരുന്നതിന് മുമ്പ് ഇവരായിരുന്നു ഇക്കണ്ട സ്ഥലങ്ങളുടെയൊക്കെ അവകാശികൾ. അന്ന് സമൃദ്ധമായിരുന്നു അവരുടെ ഊരുകൾ. സ്വയം തീർത്ത ലോകം, സ്വന്തം നിയമങ്ങൾ. കാലമേറെ കഴിഞ്ഞപ്പോൾ എങ്ങു നിന്നോ വന്ന മനുഷ്യർ ഇവരുടെ മണ്ണിൻ്റെ അവകാശികളായി. ഭൂമി എന്നാൽ അവകാശം സ്ഥാപിക്കാനുള്ളതാണെന്ന് പണ്ടുതൊട്ടേ ആദിവാസികൾക്ക് അറിവില്ലായിരുന്നു. അത് അവരുടെ അജ്ഞതയാക്കി എടുത്തുകൊണ്ട് ആ ഭൂമി നഗരവാസികൾ കയ്യേറി. മനുഷ്യവംശം പിറവിയെടുത്തത് ആഫ്രിക്കയിലാണെന്ന് ഏറെക്കുറെ ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ കറുത്തവർ ഉൾപ്പെടുന്ന നീഗ്രോയിഡ് വർഗത്തെ ലോകത്തിലെ അടിസ്ഥാന മനുഷ്യവർഗങ്ങളിൽ ഒന്നായാണ് നരവംശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. നീഗ്രോയിഡ് വർഗക്കാരുമായി വളരെയധികം സാമ്യമുണ്ട് കേരളത്തിലെ പല ഗോത്രവർഗക്കാർക്കും. കറുത്ത നിറം, പതിഞ്ഞ മൂക്ക്, തടിച്ച ചുണ്ട്, പിരിഞ്ഞ മുടി തുടങ്ങിയവയാണ് നീഗ്രോയിഡ് വർഗക്കാരുടെ ശാരീരിക സവിശേഷതകൾ. വയനാട്ടിലെ പണിയരുടെ കൈകാലുകളുടെയും മറ്റും അളവുകൾ ആഫ്രിക്കൻ നീഗ്രോയിഡുകളുടേത് യോജിക്കുന്നുണ്ടെന്ന് പ്രശസ്ത നരവംശ ഗവേഷകനായ എഡ്ഗാർ തേസ്റ്റൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗോത്രവർഗക്കാരെ പൊതുവെ നീഗ്രോയിഡ്, അസ്ട്രലോയിഡ് വംശങ്ങളിലാണ് ഗവേഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീഗ്രോയിഡ് വംശജർ കേരളത്തിലെത്തിയതിനെക്കുറിച്ച്